ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് കുഴിയും നമ്മുടെ ചാർക്കോളും ഒന്നും ഇല്ലാതെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മന്തി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ ചാർക്കോളെല്ലാം ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു മന്തീൻ്റെ അതേ ടേസ്റ്റ് തന്നെ നമുക്കൊരു സൂപ്പർ ടേസ്റ്റി മന്തി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടിയും ക്ലിക്ക് ചെയ്യുക. ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് നമുക്ക് തിളപ്പിക്കണം. അപ്പോൾ അതൊന്ന് തിള വന്നോട്ടെ. ഇതിപ്പോൾ ഇവിടെ പാത്രത്തിലുള്ള വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട, 2 ഗ്രാമ്പു, 2 ഏലക്ക ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1.5 കപ്പ് ബസ്മതി റൈസ് നല്ല വൃത്തിയായി കഴുകിയതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളിപ്പം വെള്ളം തിളച്ചതിന് ശേഷം മാത്രം അരി ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക, തിളക്കുന്നതിന് മുന്നേ ഇട്ട് കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ ഈ അരി മുഴുവനും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നല്ലവണ്ണം പതച്ച് വരും. ഒരു 3/4 വേവാകുന്ന സമയത്ത് നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ നമ്മളെ വെള്ളം ഇവിടെ നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട്. ഇങ്ങനെ നല്ലവണ്ണം തിളച്ച് ഒരു 3-5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ അരി ഒരു 3/4 വേവിൽ വെന്ത് കിട്ടും. പക്ഷേ ഓരോരോ റൈസ് പോലെ ഇരിക്കും കേട്ടോ. ബസ്മതി റൈസിൻ്റെ വേവ് ഓരോരോ ഇത് നിങ്ങൾ വാങ്ങുന്ന ബ്രാൻഡ് പോലെ ഇരിക്കും. അപ്പോൾ ഇതിവിടെ വെന്തിട്ടുണ്ട്. ഞാനിതിനി വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കുകയാണ്. ഇനി ഈ ഒരു പാനിലേക്ക് നമുക്ക് 1 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് സൺഫ്ലവർ ഓയിലിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ ഫുഡ് കളർ ആഡ് ചെയ്യുക. ഇത് ഓപ്ഷണലാണ്, പക്ഷേ ഇത് ആഡ് ചെയ്താൽ മാത്രമേ നമ്മളെ മന്തിൻ്റെ ആ ഒരു കളറ് കിട്ടൂ. അപ്പോൾ അതുകൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1.5 ടീസ്പൂണോളം പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ്. ഇനി അടുത്തതായിട്ട് 1.5 ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടിയും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഒരു ചിക്കൻ സ്റ്റോക്കാണ്. ഒരു ചിക്കൻ സ്റ്റോക്ക് കൂടി ഇതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നോക്കുക ഉപ്പ് ഉണ്ടോ എന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ ചിക്കൻ സ്റ്റോക്കിൽ ഓൾറെഡി ഉപ്പ് ഉണ്ടാവും. ഇല്ലയെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഇപ്പോൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ചിക്കൻ സ്റ്റോക്കിലുള്ള ഉപ്പ് നോക്കി മാത്രമേ ഉപ്പ് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക വീണ്ടും. ഇനി ഞാനിവിടെ ഒരു 6 പീസസോളം മീഡിയം സൈസ് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല വൃത്തിയായി കഴുകി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഓയിലിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഭയങ്കര ഡീപ്പ് ഫ്രൈ ചെയ്യണമെന്നില്ല, ചിക്കൻ വെന്ത് കിട്ടണം. ഒരു ഷാലോ ഫ്രൈ ആയി കിട്ടിയാൽ മതി. അപ്പോൾ ഇതിതാ ഒരു ഭാഗം ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടുത്ത ഭാഗത്തിൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. എല്ലാ ചിക്കൻ പീസസും അടുത്ത ഭാഗം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ കളറെല്ലാം ചിക്കനിൽ നല്ലോണം പിടിച്ചിട്ടുണ്ട്. ഞാനെല്ലാം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സൈഡും കൂടിയും വേവിച്ചെടുക്കണം. അതിനായി നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. മൂടി വെച്ചതിന് ശേഷം ഒരു 3 മിനിറ്റ് നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെക്കാം. 3 മിനിറ്റിന് ശേഷം ഞാനിത് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ നല്ല അടിപൊളിയായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്, നല്ല ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കന് ഈ ഓയിലിൽ നിന്ന് മാറ്റിയെടുക്കാം. എല്ലാ ചിക്കൻ പീസസും ഓയിലിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇതിപ്പോൾ ഇവിടെ ചിക്കന് നല്ല കറക്റ്റ് വേവിൽ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സെയിം ഓയിലാണ് നമുക്ക് റൈസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടത്. ഇതിൽ നിന്ന് നമ്മൾ കുറച്ചൊന്ന് മാറ്റിയെടുക്കണം. ഇപ്പം ഞാൻ അതിൽ നിന്ന് ഒരു 3/4 ഓയിൽ മാറ്റിയെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ഓയിലിലേക്ക് നമ്മൾ നേരത്തെ ഊറ്റി മാറ്റി വെച്ച റൈസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ റൈസിൻ്റെ മേലെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഈ റൈസിൻ്റെ മേലെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഓയിൽ കൂടി പോകേണ്ട കേട്ടോ. നമ്മൾ ഫ്രൈ ചെയ്ത ഓയിൽ 3/4 ഞാൻ ഇതിൽ നിന്ന് മാറ്റിയെടുത്തതിന് ശേഷമാണ് റൈസ് ആഡ് ചെയ്ത് കൊടുത്തത്. ബാക്കി ഓയിൽ ഞാൻ ഇതിൻ്റെ മേലെ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെന്തായാലും ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ മാറ്റി വെച്ച ഓയിലിൽ നിന്ന് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തതാണത്. ഒരു 4 ടേബിൾ സ്പൂണോളം മതി. ഇനി നമുക്ക് ഇതൊരു അലുമിനിയം ഫോയിൽ ഉപയോഗിച്ച് നല്ലവണ്ണം കവർ ചെയ്തെടുക്കുക. എയർ ഉള്ളിൽ കയറാത്ത രീതിയിൽ അടച്ച് വെച്ച് ഒരു 20 മിനിറ്റ് വെരി ലോ ഫ്ലെയിമിൽ ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് 20 മിനിറ്റ് ആയിട്ടുണ്ട്. 20 മിനിറ്റിന് ശേഷം ഞാനിത് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ട്. നമ്മുടെ ചിക്കനും റൈസും ഒക്കെ നല്ല അടിപൊളിയായിട്ട് കുക്കായിട്ടുണ്ട്, നല്ല സ്മെല്ലും ഉണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ മന്തി, അടിപൊളി ടേസ്റ്റുള്ള മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിൻ്റെ മേലെ നിന്ന് ചിക്കൻ പീസസ് ഒന്ന് മാറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ അരിനൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോഴാണ് നമുക്ക് നമ്മുടെ മന്തിൻ്റെ ആ സെയിം കളറിൽ നമ്മുടെ റൈസ് കിട്ടുക. പിന്നെ ഫസ്റ്റ് ആഡ് ചെയ്യുന്ന ആ ഒരു കളറ് മാത്രമേ ഉള്ളൂ, വേറെ എക്സ്ട്രാ കളറൊന്നും ആഡ് ചെയ്യേണ്ട, അതന്നെ ധാരാളമാണ്.
അപ്പോൾ ഇത് നമുക്കൊന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ അരി ഉടഞ്ഞു പോവോ വെന്ത് പോവോ ഒന്നും ചെയ്തിട്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കണം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ മന്തി ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. പലരും മന്തി ഉണ്ടാക്കാൻ മടിക്കുന്നത് ചാർക്കോൾ ഇല്ലാത്തത് കൊണ്ടും കുഴി ഇല്ലാത്തത് കൊണ്ടും ഒക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഒന്നും ഒരു ആവശ്യവും ഇല്ല ഇത്രയും അടിപൊളി മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം തീർച്ചയായും നിങ്ങൾ അഭിപ്രായം അറിയിക്കണം. കാരണം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ് ഇത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്